ഹായ് ഫ്രണ്ട്സ്, ഉള്ളൻ പപ്പിയാണ് നമ്മൾ ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ഇന്ന് മോൻ എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോയും അതുപോലെ തന്നെ വൈറ്റും ഉള്ളനാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ചെവിക്ക് വേണ്ടിയിട്ടാണ്. ഇത് വെറും 2 വിരലുകളിലാണ് ഈ ചുറ്റിയിരിക്കുന്നത്. ചെവിയാകുമ്പോൾ കുറച്ച് മതിയല്ലോ. അപ്പം അത് ചുറ്റി കുറച്ച് കട്ടിക്ക്, എന്നിട്ട് അതിൻ്റെ സെൻറ്റർ നോക്കി 2 കെട്ടിട്ട് വരിഞ്ഞ് മുറിക്കിയതിന് ശേഷം കണ്ടില്ല, ആ മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും നമ്മൾ പതുക്കനെ സിസർ കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയാണ്. കണ്ടില്ലേ, ഇങ്ങനെ അതിൻ്റെ അകത്തൂടെ കയറ്റി തന്നെ കട്ട് ചെയ്യണം. ഇതേ മെത്തേഡ് തന്നെയാണ് അതിൻ്റെ ഒരു ഹെഡ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ വയർ ചെയ്യുന്നതിനും. ഇതിപ്പോൾ ചെവിയുടെ ആയതുകൊണ്ട് നമുക്കത് സെൻറ്ററിൽ പിടിച്ചുകൊണ്ട് ആ ഷേപ്പിന് കട്ട് ചെയ്യാം. അതായത് ഒരു മുട്ടിൻ്റെ ഷേപ്പാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കട്ട് ചെയ്ത് ചേർത്ത് വെച്ച് കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി ഷേപ്പാക്കി എടുക്കാം. ഇനി ആ ഒരു വയറിന് വേണ്ടിയിട്ടാണ്. അത് 4 വിരലിലാണ് ഇത് ചുറ്റിയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻറ്ററിൽ കെട്ടി 2 സൈഡും കട്ട് ചെയ്ത് ഇനി അതിനെ ഷേപ്പ് ആക്കുന്ന കുറച്ചൊരു മെനക്കെട്ട ജോലി തന്നെയാണ്. ആ സെൻറ്ററിൽ പിടിച്ചുകൊണ്ട് നമുക്ക് റൗണ്ട് ഷേപ്പാണ് വേണ്ടുന്നത്. ഇനി തൊട്ടടുത്ത കുട്ടിയാണ്, എല്ലാവരും കാണും വെക്കേഷൻ ആയതുകൊണ്ട്. ഇത് 2 സൈഡിലും കട്ട് ചെയ്ത് 2 ബോൾ, വൈറ്റിന് വേണ്ടിയിട്ട് വലിയൊരു ബോളും ഹെഡിന് വേണ്ടിയിട്ട് ചെറിയ ബോളും. ഇത് ചെവിക്കുള്ളതാണ് എടുത്ത് കാണിച്ചത്. അതൊരു മുട്ടിൻ്റെ ഷേപ്പ് കട്ട് ചെയ്ത് നമുക്ക് വേണമെന്ന ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇത് ആ ചെവിക്കുള്ളതാണ് ഈ ഒരു മുട്ടിൻ്റെ ഷേപ്പ്. അത് നമുക്ക് പിടിച്ച് വെച്ച് കട്ട് ചെയ്യുന്ന പിടിച്ച് വെച്ച് അത് മുകളിൽ വി ആയിട്ടും താഴെ യു ഷേപ്പായിട്ട്. ഇതെന്ന് വെച്ചാൽ 2 ലെഗാണ് പപ്പിയുടെ. ഇത് കണ്ടില്ലേ, ഹെഡും വയറിനും ഉള്ള 2 എണ്ണം ഉണ്ട്. 2 കാലുകൾ കൊണ്ട് 2 ഫ്രണ്ടിലോട്ട് ഒട്ടിച്ച് വയ്ക്കാം. ഇത് ഫെവി ബോണ്ട് വെച്ചാണ് ഇതെല്ലാം ഒട്ടിക്കുന്നത്. ഇത് 2 കാലുകളാണ്. അപ്പം ആദ്യമേ ഹെഡാണ് നമ്മൾ ആദ്യമേ ആ ഒരു തലയാണ് ആദ്യമേ ആ ഒരു ബോഡിയിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് 2 ചെവിയുടേത് അതെന്ന് വെച്ചാൽ മുട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് റൗണ്ട് ഷേപ്പിലായ അത്രയും ഭംഗി കിട്ടത്തില്ല. ഇനി ഇതാണ്ടില്ലേ, ഇത് ആ ഒരു ബോഡിയിൽ നമ്മൾ ഹെഡ് ഫിറ്റ് ചെയ്യാനായിട്ട് ആ ഫെവി ബോണ്ടിൽ ചേർത്ത് അമർത്തി പിടിക്കുമ്പോൾ അതങ്ങ് ഒട്ടിക്കൊള്ളും. ഈ ഫെവി ബോണ്ട് വെച്ച് അതിൽ ഒട്ടിച്ചെടുക്കുകയാണ്. ഓരോ പോർഷനായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. ഇതിപ്പം ആ ഒരു വൈറ്റിൽ നമ്മൾ കണ്ടില്ലേ, ആ ഒരു ബോഡിയിൽ കുറച്ച് തോനെ ഫെവി ബോണ്ട് ഒഴിച്ചതിന് ശേഷം ചേർത്ത് അമർത്തുമ്പോൾ അത് നല്ല രീതിയിൽ ഒട്ടി അങ്ങ് വന്നോളും. കുറച്ചധികം ഫെവി ബോണ്ട് തേക്കേണ്ടി വരും. നമ്മൾ ആ ഹെഡിൻ്റെ പോർഷൻ എന്ന് വെച്ചാൽ ചെറിയൊരു ഹെഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ബോഡിക്ക് എന്ന് വെച്ചാൽ കുറച്ച് വലിപ്പം വേണം. അതാണ് 4 വിരലുകളിൽ ചുറ്റിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിലാണ്. മുമ്പൊക്കെ എന്ന് വെച്ചാൽ ബൈൻഡ് കട്ട് ചെയ്ത് അതിൽ ചുറ്റി വരിഞ്ഞെടുക്കുന്നതിലും എളുപ്പമുണ്ട് 4 വിരലുകളിലാണ്. ചെറിയ പോർഷൻ മതിയെങ്കിൽ 2 വിരലുകൾ. ഇതിപ്പോൾ നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല, ആ ഒരു ഹെഡ് അതിൻ്റെ മുകളിലും ആ ഫ്രണ്ടിലിരിക്കുന്ന 2 കാല് അത് നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാം കൈവച്ച് ചുറ്റിയാലും നമുക്ക് ഷേപ്പ് നീളത്തിലും റൗണ്ടിലും അതുപോലെ തന്നെ മുട്ടിൻ്റെ ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ആ മുഖത്തിൻ്റെ ഷേപ്പിലെന്ന് വെച്ചാൽ കുറച്ച് ഭാഗം ഉന്തിയിരിക്കത്തക്ക വിധത്തിൽ വെച്ചതിന് ശേഷം ചുറ്റും ഞാൻ കട്ട് ചെയ്തങ്ങ് എടുത്തിരിക്കുകയാണ്. ഒരു പട്ടിക്കുട്ടിയുടെ മുഖം എങ്ങനെയാണോ ഫ്രണ്ടിൽ കുറച്ച് ഉന്തി ഇരിക്കത്തക്ക വിധത്തിൽ വെച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് ഞാനൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുത്ത് ഇനി ഇതെന്ന് വെച്ചാൽ ആ ചെവി ഫിറ്റ് ചെയ്തിരിക്കുക. ചെവി എന്ന് വെച്ചാൽ നമ്മൾ കണ്ടില്ലേ, ആ ഷേപ്പാണ് മുട്ടിൻ്റെ ഷേപ്പിലാണ്. കണ്ടില്ലേ, ഒരു മുട്ടിൻ്റെ ഷേപ്പിൽ 2 അതായിരിക്കും കുറച്ചും കൂടി ഭംഗി, റൗണ്ടിനെയും കാര്യം. അതുകൊണ്ട് ആ ഒരു മുട്ടിൻ്റെ ഷേപ്പിലെടുത്ത് കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞ് കണ്ട ആ ഒരു ഫ്രണ്ടിലോട്ട്, ആ മുഖത്തിൻ്റെ ഫ്രണ്ടിലോട്ടെന്ന് വെച്ചാൽ കുറച്ച് പോർഷൻ ഉന്തി ഇരിക്കത്തക്ക വിധത്തിൽ നമ്മൾ കത്രികയ്ക്ക് തന്നെ കട്ട് ചെയ്ത് ഷേപ്പ്. ഇതുപോലെ നമ്മൾ ഒരു വലിയ റൗണ്ട് ചെയ്തിട്ട് കത്രികയ്ക്ക് നമുക്ക് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഇനി ആ ഉന്തി ഇരിക്കുന്ന ഭാഗത്തോട്ട് നമ്മൾ കണ്ടില്ലേ, ഒരു മൂക്ക്, ഇതെന്ന് വെച്ചാൽ കണ്ണാണ്. നമുക്ക് ഈ തച്ച് പിടിപ്പിക്കുന്ന കണ്ണാണത്. അത് പിന്നെ ഒട്ടിച്ചെടുത്തപ്പോൾ ഒരു മൂക്കിൻ്റെ ഒരു ഷേപ്പിന് തന്നെ കിട്ടി. മൂക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് കണ്ടില്ല, വാലിൻ്റെ പോർഷനും കറക്റ്റായപ്പോൾ ഒച്ചൊരു പട്ടിക്കുട്ടിയായി, വെച്ചൊരു പപ്പിക്കുട്ടിയായി. കണ്ടാൽ നല്ല ഭംഗിയാണ്. നമുക്ക് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കൈവിരലുകളുടെ ഒരു ഇതാണ്. ആ ബോഡിക്ക് 4 വിരലും അതുപോലെ തന്നെ ചെറിയ പോർഷന് 2 വിരലും വെച്ച് ചുറ്റിയെടുത്ത് മധ്യത്തെ സെൻറ്ററിൽ കട്ട് ചെയ്ത് അത് ഷേപ്പാക്കി എടുത്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുമ്പോൾ മനോഹരമായിട്ടുള്ള എത്ര ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. വലുതായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സൂപ്പറായിട്ടുള്ളൊരു പട്ടിക്കുട്ടിയായി.